എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ഗോരഖ്പൂർ. ഹരിയാനയിലെ ഗോരഖ്പൂരിലാണ് വടക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം മലമ്പുഴ. മലമ്പുഴയാണ് മഹാശിലാ നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം. 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് RK ശ്രീറാംകുമാർ. RK ശ്രീറാംകുമാറാണ് 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത്. UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല MG യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റിയാണ് UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സർവകലാശാല. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയാണ് 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. IPL കളിച്ച ആദ്യ ട്രൈബൽ താരം റോബിൻ മിൻസ്. റോബിൻ മിൻസ് ആണ് IPL കളിച്ച ആദ്യ ട്രൈബൽ താരം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് പുതിയ ഇനം പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥ കണ്ടെത്തിയത്? തിരുവനന്തപുരം. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് പുതിയ ഇനം പവിഴപ്പുറ്റുകളുടെ ആവാസ വ്യവസ്ഥ കണ്ടെത്തിയത്. സൈലന്റ് വാലിക്ക് സമീപം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിലവിൽ വരുന്ന ജലവൈദ്യുത പദ്ധതി സില്ലഹല്ല പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. സില്ലഹല്ല പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് സൈലന്റ് വാലിക്ക് സമീപം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിലവിൽ വരുന്ന ജലവൈദ്യുത പദ്ധതി. 25,000 വർഷം പഴക്കമുള്ള മാമത്ത് ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ട രാജ്യം ഓസ്ട്രിയ. ഓസ്ട്രിയയാണ് 25,000 വർഷം പഴക്കമുള്ള മാമത്ത് ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ട രാജ്യം. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത്. 2025 കബഡി ലോകകപ്പ് വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യ തന്നെയാണ് 2025 കബഡി ലോകകപ്പ് വനിതാ വിഭാഗം കിരീടം നേടിയത്. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല. 2025 ITB ബെർലിനിൽ നടന്ന ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ്സിൽ പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസം. കേരള ടൂറിസത്തിനായിരുന്നു 2025 ITB ബെർലിനിൽ നടന്ന ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ്സിൽ പുരസ്കാരം ലഭിച്ചത്. കോഴിക്കോട് വെച്ച് നടന്ന 37ാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് കേരളം. കേരളമാണ് കോഴിക്കോട് വെച്ച് നടന്ന 37ാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത്. കാനഡയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് കാണി. മാർക്ക് കാണിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ഇലോൺ മസ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവന കമ്പനിയായ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ റിലയൻസ് ജിയോയും ഭാരതി എയർടെല്ലും. റിലയൻസ് ജിയോയും ഭാരതി എയർടെല്ലുമാണ് ഇലോൺ മസ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവന കമ്പനിയായ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ദലിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ KK കൊച്ചിൻ്റെ ആത്മകഥ ദലിതൻ. ദലിതനാണ് അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ദലിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ KK കൊച്ചിൻ്റെ ആത്മകഥ. AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്ക്.
9 മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കിക്കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് 2025 മാർച്ചിൽ വിക്ഷേപിച്ച ദൗത്യം ക്രൂ 10 എന്ന ദൗത്യമാണ് 9 മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കിക്കൊണ്ടുവരാനായി നാസയും സ്പേസ് എക്സും ചേർന്ന് 2025 മാർച്ചിൽ വിക്ഷേപിച്ച ദൗത്യം. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഒഡിയ കവിയും പത്മഭൂഷൺ അവാർഡ് ജേതാവുമായ വ്യക്തി രമാകാന്ത് രഥാണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഒഡിയ കവിയും പത്മഭൂഷൺ അവാർഡ് ജേതാവുമായ വ്യക്തി. 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. രാജ്യത്ത് ഏറ്റവും കൂടിയ ശിശു മരണനിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് രാജ്യത്തെ ഏറ്റവും കൂടിയ ശിശു മരണനിരക്കുള്ള സംസ്ഥാനം. വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിന് അർഹയായ താരം പ്രിയങ്ക ഗോസ്വാമിയാണ് വനിതകളുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ പുതിയ ദേശീയ റെക്കോർഡിന് അർഹയായ താരം. സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാനുള്ള സംവിധാനം വികസിപ്പിച്ചത്. ലണ്ടനിൽ സെൻട്രൽ ബാങ്കിംഗ് നൽകുന്ന 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് കരസ്ഥമാക്കിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലണ്ടനിൽ സെൻട്രൽ ബാങ്കിംഗ് നൽകുന്ന 2025 ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് കരസ്ഥമാക്കിയത്. നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ നെവ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ് നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ നെവ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് കേരളമാണ് പൊതുസുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത്. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ-യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്രജീവിക പദ്ധതിയാണ് പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ-യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കാണ് മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ DNA സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ മൃഗശാല. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഇൻസ്പയർ പദ്ധതിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കുടുംബശ്രീയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണ്. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS അധിഷ്ഠിത സോഫ്റ്റ്വെയറായ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS അധിഷ്ഠിത സോഫ്റ്റ്വെയറായ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി മാർഗദീപമാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനായി നിയമിതനായത് N. ഗണപതി സുബ്രഹ്മണ്യം
ഗണപതി സുബ്രഹ്മണ്യമാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനായി നിയമിതനായത്. നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചത് ആലപ്പാട്. കൊല്ലം ജില്ലയിലെ ആലപ്പാടാണ് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിച്ചത്. ലഹരി വിപണനത്തിനെതിരെ കേരളത്തിലെ അധ്യാപകർക്കായി KSTA ആരംഭിച്ച യജ്ഞം ടീച്ചേഴ്സ് ബ്രിഗേഡ്. ടീച്ചേഴ്സ് ബ്രിഗേഡാണ് ലഹരി വിപണനത്തിനെതിരെ കേരളത്തിലെ അധ്യാപകർക്കായി KSTA ആരംഭിച്ച യജ്ഞം. 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് 2025 ജലസുസ്ഥിരതാ സമ്മേളനം സംഘടിപ്പിച്ച നഗരം. കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ലോകാരോഗ്യ സംഘടന WHO. ലോകാരോഗ്യ സംഘടനയാണ് കരുണയും പ്രാഥമികാരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. എല്ലാ വർഷവും മാർച്ച് 15 ആഘോഷിക്കുന്ന ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ 2025 പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ് എല്ലാ വർഷവും മാർച്ച് 15 ആഘോഷിക്കുന്ന ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ 2025 പ്രമേയം. ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികൾക്കും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയകേന്ദ്രം സ്നേഹിത. സ്നേഹിതയാണ് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയകേന്ദ്രം. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ അംഗമായ ഇന്ത്യൻ വംശജർ കമൽ ഖേരയും അനിത ആനന്ദും. വ്യവസായം, ശാസ്ത്രം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അനിത ആനന്ദും ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കമൽ ഖേരയുമാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ അംഗമായ ഇന്ത്യൻ വംശജർ. പ്രകാശം ഒരു സൂപ്പർ സോളിഡ് പോലെ പെരുമാറുന്നത് ആദ്യമായി വിജയകരമായി സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഇറ്റലി. പ്രകാശം ഒരു സൂപ്പർ സോളിഡ് പോലെ പെരുമാറുന്നത് ആദ്യമായി വിജയകരമായി സൃഷ്ടിച്ചത് ഇറ്റലിയിലെ ശാസ്ത്രജ്ഞരാണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ജേതാക്കളായത് ഇന്ത്യ. ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ജേതാക്കളായത്. ഇന്ത്യയുടെ 3ാമത്തെ ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടമാണിത്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് IIT മദ്രാസ്. IIT മദ്രാസ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത്. ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തി ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. ഡോക്ടർ പൂർണിമ ദേവി ബർമനാണ് ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തി. സ്പാഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള 1000 ഭ്രമണ പദയാത്രകൾ പൂർത്തിയാക്കിയ ISROയുടെ ചെറു ഉപഗ്രഹം പോയം 4 PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ 4. പോയം 4 ആണ് സ്പാഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള 1000 ഭ്രമണ പദയാത്രകൾ പൂർത്തിയാക്കിയ ISROയുടെ ചെറു ഉപഗ്രഹം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത് രാജ്ഘട്ടിലെ രാഷ്ട്രീയ സ്മൃതിസ്ഥൽ. രാജ്ഘട്ടിലെ രാഷ്ട്രീയ സ്മൃതിസ്ഥലിലാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനായുള്ള സ്മാരകം നിലവിൽ വരുന്നത്. 2025 ഫിഡെ ലോക ചെസ് ജൂനിയർ അണ്ടർ 20 വിഭാഗത്തിലെ ചാമ്പ്യൻ പ്രണവ് വെങ്കിടേഷ്. പ്രണവ് വെങ്കിടേഷാണ് 2025 ഫിഡെ ലോക ചെസ് ജൂനിയർ അണ്ടർ 20 വിഭാഗം ചാമ്പ്യൻ. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു. ഡോക്ടർ തോമസ് മാത്യു ആണ് രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത്. പൊള്ളലേറ്റ ഇരകൾക്കായി പ്രത്യേക സമഗ്ര നയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കർണാടക. കർണാടകയാണ് പൊള്ളലേറ്റ ഇരകൾക്കായി പ്രത്യേക സമഗ്ര നയം രൂപീകരിക്കുന്ന
രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം? ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.